എന്നമ്മ എന്നമ്മേ എന്നാങ്ങളമാരേതിത്തേതാ നേരെ കിഴക്കോട്ടേനെ കുടിയക്കല്ലേതിത്തേതാ. ഹായ്, ഇന്നെനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സന്തോഷം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു, അല്ല നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് വലിയ സംഭവമൊന്നുമല്ല. ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എൻ്റെ വീട് ആലപ്പുഴയാണ്, സ്വന്തം വീട് ആലപ്പുഴയാണ്. ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ്. ഞാൻ വിചാരിച്ചു അമ്മയൊക്കെ വരുന്നില്ലേ, ഭയങ്കര സന്തോഷം, അപ്പോൾ നിങ്ങളോടും കൂടി പറയാമെന്ന് വിചാരിച്ചു. ഏകദേശം 1 വർഷത്തിന് മേലെയായി അവരിങ്ങോട്ടേക്ക് വന്നിട്ട്. കാരണം അച്ഛനൊരു ഹാർട്ടിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സോഡിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാത്രയൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വരാണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നാട്ടിൽ വെള്ളം കയറിയിട്ടല്ലേ. അപ്പം അച്ഛന് ഈ തണുപ്പൊന്നും പറ്റാത്തതുകൊണ്ട് ഈ വലിവിൻ്റെ പ്രശ്നം ഉണ്ടാവും, ശ്വാസം മുട്ടലേ. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എത്തും. ഹസ്ബൻഡ് വിളിക്കാൻ പോകും, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ അവിടെ നിന്ന് പോയി കൂട്ടിയിട്ട് വരും. ഞാൻ ഡാൻസ് വീഡിയോ ഒക്കെ ഒത്തിരി ആളുകൾ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞു. ഒരുപാട് സന്തോഷം. സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും നന്ദി പറയാറുണ്ട്. നന്ദി പറഞ്ഞ് കൂടുതലായി വെറുപ്പിക്കുന്നില്ല. ഇവിടെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ടേക്ക് വരാറില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് പോകാറില്ല, അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരാറില്ല. മൊത്തത്തിൽ ഞാൻ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൊരു ജീവിതമായിരുന്നു ഞങ്ങളുടെ. അച്ഛനും അമ്മയും ഏട്ടനും പിന്നെ പുള്ളിക്കാരൻ്റെ ഏട്ടനും എട്ടത്തിയമ്മയും മോനുമാണ് ഉള്ളത്. അപ്പോൾ ഏട്ടനും എട്ടത്തിയമ്മയും ഇപ്പോൾ അങ്ങ് തിരുവനന്തപുരത്താണ്, അവർക്ക് അവിടെ ജോലിയുണ്ട്. അപ്പോൾ അവരവിടെ സെറ്റിൽഡാണ്. പിന്നെ അച്ഛനും അമ്മയും ഇപ്പോൾ അവരുടെ കൂടെയാണ് ഉള്ളത്. വിഷുവിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും. ഇപ്പം വിഷു കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചു പോയി. നിലവിൽ കുറച്ച് കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ ഞങ്ങൾക്കും ഉണ്ട്. എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു ചെറിയ വീടാണ്, കൊച്ചു വീട്, ഇടിഞ്ഞു പൊളിഞ്ഞ് അത് തന്നെ ഇപ്പം പോകാനായിട്ടുള്ളൊരു വീടാണ്. നിങ്ങളെ ഞാൻ വീടൊക്കെ കാണിക്കാം, നാട്ടിൽ പോകുമ്പോൾ എല്ലാം കാണിച്ചു തരാം. അപ്പം ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചൊരു കൊട്ടാരമാണ്. പക്ഷെ കൊട്ടാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിൽക്കാൻ എനിക്ക് ലെവലേശം മനസ്സിലുള്ളൊരു താല്പര്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഈ നമ്മളെ അംഗീകരിക്കാത്തൊരു സ്ഥലത്ത് നമ്മളിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും ഇവിടെ. അതെൻ്റെ കുഴപ്പമായിരിക്കാം, എന്നാലും ആളുകൾക്കൊക്കെ നമ്മളെ അംഗീകരിക്കാനുള്ള ഒരു മടിയും പിന്നെ നമ്മൾ മനസ്സാവാച വിചാരിക്കാത്ത കാര്യങ്ങളും കുറ്റങ്ങളും ഒക്കെ നമ്മളെ തലയിൽ വന്ന് വീഴുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. എന്നാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് ഞാൻ ഈ 5 വർഷത്തിനകത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എന്ത് ചെയ്താലും നമുക്കതിനൊരു വില ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് എന്ത് വെറുപ്പിക്കലാണെന്ന് തോന്നും. പക്ഷേ എങ്കിലുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരാളോട് സംസാരിക്കുന്ന അതേ ഫീലോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എനിക്കിവിടെ വേറെ ആരുമില്ല സംസാരിക്കാൻ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് ഞാൻ. ഇവർ എന്ന് പറയുന്നത് കുറച്ച് ഒരു നമ്പ്യാർ ഒരു ഫാമിലിയാണ് ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, എല്ലാവരും പണക്കാര്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണത്തിന് പോലും ഒരു റോൾഡ് ഗോൾഡിൻ്റെ മാലയൊക്കെ ഇട്ടിട്ടാണ് കല്യാണത്തിന് പോലും വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇവർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ഇവർ കണ്ടു വളർന്നു വന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് പണക്കാർ, വലിയ ആഡംബരങ്ങൾ, കല്യാണം, അതൊക്കെ എന്ന് പറയുന്നത് വലിയ വലിയ രീതിയിലുള്ളതാണ്. എൻ്റെ നാടും എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും എന്നൊക്കെ പറയുന്നത് വളരെ പാവപ്പെട്ടവര്, കണ്ടത്തിൽ പണിക്ക് പോകുന്ന കർഷക തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു സെറ്റപ്പിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം എന്നെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല, വെറുതെ എന്തിനാണ്. കഴിഞ്ഞു പോയ കാര്യം നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ കീറി പരിശോധിച്ചിട്ടൊന്നും കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നിലവിൽ ഈ വിഷുവോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി. എല്ലാവരും തമ്മിലൊക്കെ ഒരു ബന്ധമൊക്കെ വന്നു. അങ്ങനെ ഫോൺ വിളി സംസാരങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എല്ലാവരും തമ്മിൽ. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവരിങ്ങോട്ട് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമില്ലേ. അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നു. മോനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അച്ഛനും അമ്മയും വരുന്നതെന്ന് പറയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഡാൻസിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. ഹസ്ബൻഡ് ഉണ്ട്, മോനുണ്ട്, ഇന്നിപ്പോൾ അച്ഛനും അമ്മ, ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഞാൻ സത്യത്തിൽ വിചാരിച്ച ഇങ്ങനെയല്ല, വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. എന്നാലും ഞാൻ എൻ്റെ വീടും സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഈ വീട് മോനിമ്മേ, പിന്നെ ആരാ ഉള്ളേ? അപ്പാപ്പനും മോനിമ്മേ വരുന്നുണ്ടോ? അവൾക്ക് ഇഷ്ടം
ഇഷ്ടാണ്. ഭാവിക്ക് എന്താ അപ്പാപ്പനും മോനിമയും കൊണ്ടുവരാ? ഞാൻ പറഞ്ഞില്ല, ഏട്ടൻ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പൊ ഓട്ടോയിൽ ആദ്യം ഉള്ളത് നമ്മൾ അയൽവക്കത്തുള്ള ഒരു ചേച്ചിയാണ്. അപ്പൊ അവരെ വഴിക്കുന്ന കണ്ടിട്ട് അവര് നമ്മളെ കൂടെ അമ്മയുടെ എല്ലാം കൂടെ കയറി വന്നതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു അമ്മയൊന്നും ആയിരിക്കില്ല. അപ്പൊ ഇന്ദ്രേശിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് അമ്മയൊന്നും അല്ലേന്ന് വിചാരിച്ചു. അതാ ഞാനൊന്ന് സ്റ്റക്കായത്. പിന്നെ ഇതിറങ്ങുന്നതാണ് അമ്മ, അച്ഛനുണ്ട്, പിന്നെ മോന് ഭയങ്കര സന്തോഷമായി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇവൻ അങ്ങനെ ആരുമില്ല. അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയായിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരെയും മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ വല്ലപ്പോഴുമാണ് ഇവരെയൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പൊ അവന് ഭയങ്കര സന്തോഷമാണ്, നമുക്കും ഭയങ്കര സന്തോഷമാണ്. മോനെ ആരെങ്കിലും ഇങ്ങനെ എടുക്കുകയും കൊഞ്ചിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ മോനിരുത്ത സമയത്തൊന്നും കാണാൻ വന്നിട്ടില്ല കേട്ടോ. അവരൊരു 7 മാസമൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടാണ് കാണിച്ചത്. പിന്നീട് അങ്ങനെ അവർക്കൊരു എന്തോ ഒരു ഇഷ്ടക്കേടുള്ളത് കൊണ്ട് പിന്നെ ഇവനോടുള്ള ആ ഒരു ഫോൺ വിളി സംസാരങ്ങൾ വളരെ കുറവാണ്. ഇപ്പോഴും അങ്ങനെ വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ, ഞാൻ അച്ഛനെയും അമ്മേനെല്ലാം ഓടിച്ചിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നത് എന്താണ്? അതിന് പിന്നിലൊക്കെ കുറേ കഥകളുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇതാട്ടോ ഞാൻ നിങ്ങളോട് കാണിച്ചു തരാമെന്ന് പറഞ്ഞേ എൻ്റെ ഹസ്ബൻഡ്. ആളുടെ പേര് ജിത്തു എന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ദ്രേച്ചിയുടെ വർത്താനം പറയാം. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അമ്മയും അച്ഛനും മാനോട്ടിന് കുറേ കളിപ്പാട്ടങ്ങൾ നേരത്തെ വാങ്ങി വെച്ചാൽ, എനിക്കൊന്ന് തൈപ്പൂയ കാവടിയാട്ടത്തിൻ്റെ സമയത്ത് നമ്മൾ ഹരിപ്പാടമ്പലത്തിൽ വലിയ ആഘോഷമാണ് തൈപ്പൂയം. അപ്പം അതിന് വാങ്ങി വെച്ച കളിപ്പാട്ടങ്ങളാണ്. അത് ഇതുവരെ തരാൻ പറ്റിയില്ല. അപ്പം അതും കൊണ്ടിട്ടാണ് അവർ വന്നത്. രണ്ടാൾക്ക് നല്ല പ്രായമൊക്കെ ആയിട്ട് യാത്രയൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഇത്രയും ദൂരമൊക്കെ എങ്ങനെയല്ലോ വന്നു രണ്ടാളും. ഇത് അമ്മയ്ക്ക് പുതിയ സാരി അക്ക വാങ്ങിച്ചു കൊടുത്ത സാരിയാണ് അമ്മ പറയുന്നത്. ഇത് അച്ഛന് പുതിയ ഷർട്ടും ഒക്കെ വാങ്ങി കൊടുത്തു. അക്കയ്ക്ക് ജോലിയുണ്ട് കേട്ടോ. അക്ക ഗവൺമെൻറ് ജോലിക്കാരിയാണ്, നേഴ്സാണ്. അപ്പോൾ അവൾ ഇന്നലെ എല്ലാം വാങ്ങി കൊടുത്ത് അതൊക്കെ സാരിയൊക്കെ കൊടുത്തിട്ടാണ് അമ്മ വന്നത്. പിന്നെ എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു. ഇവർ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ ബേക്കറിയൊക്കെ പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, മധുരമൊക്കെ. അപ്പം അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടാണ് വന്നത്. പിന്നെ മോനും അതുപോലെ എന്തെല്ലോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല ഈ വാങ്ങണേ. എനിക്ക് തോന്നി പെൻഷൻ കിട്ടുന്ന പൈസ, പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ ചെറിയ പണിക്കൊക്കെ പോകുമ്പോൾ അച്ഛനേത് ഒരു 5-6 മുതലാളിമാരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പണിക്കൊക്കെ പോകാറുണ്ട്, മറ്റേ വേലി കെട്ടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ പോകുമ്പോൾ അവർ കൊടുക്കണ പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് അവർ കൊണ്ടുതന്നെയാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമുക്കിങ്ങനെയൊക്കെ കൊണ്ട് തരുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 100 പവൻ തന്നാൽ പോലും നമുക്ക് ഇത്രയും സന്തോഷം തോന്നില്ല. അതായത് അച്ഛനും അമ്മയും എൻ്റെ മോന് വേണ്ടിയിട്ട് എത്രയോ മാസങ്ങളായിട്ട് കരുതി വെച്ച സാധനങ്ങളാണ്. അപ്പോൾ അവനും ഭയങ്കര സന്തോഷമായി. ഇതാ നോക്ക്, എന്തല്ലോ ഇത് ഏച്ചി വാങ്ങിച്ചു കൊടുത്തോട്ടെയാണ്. അതായത് എൻ്റെ നാത്തൂൻ, ഏട്ടൻ്റെ ഭാര്യ. ഞാൻ ഏട്ടൻ എന്നല്ല അണ്ണൻ എന്നാണ് വിളിക്കുക. അപ്പം അണ്ണൻ്റെ ഭാര്യ വാങ്ങിച്ചു കൊടുത്തതാണ്. തൂക്കും പിന്നെന്തോ ചിപ്സും ഒക്കെ വാങ്ങി കൊടുത്തു വിട്ടിട്ടുണ്ട്. അമ്മയുണ്ട് എന്തെല്ലോ സാധനം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്, വാങ്ങിയിട്ടല്ല കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ അടമാങ്ങയുണ്ട്, പിന്നെ പുളിയുണ്ട്, പൊടികളുണ്ട്, അങ്ങനത്തെ എന്തൊക്കെയോ. ഇവർക്ക് ഇതൊന്നും താങ്ങിക്കൊണ്ട് വരാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. എന്നാലും എന്തെങ്കിലും കൊണ്ടുവരണ്ടേന്ന് വെച്ചിട്ടാണ് പാവങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നത്. എനിക്കാണ് ഭയങ്കര സങ്കടമായി ഇതെല്ലാം കണ്ടപ്പോൾ. നമുക്കൊന്നും തിരിച്ചു കൊടുക്കാനൊന്നും ഉള്ള ഒരു സാമ്പത്തിക ശേഷി നമുക്കില്ല. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പോലും കടം വാങ്ങേണ്ട സാഹചര്യം പലപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരനാണെങ്കിൽ എന്നെ കിട്ടിയതോടുകൂടി ഭയങ്കര കഷ്ടപ്പാടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ദാ നോക്ക്, ഒരു ബേക്കറി മൊത്തം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പയ്യെ ഞങ്ങൾ എല്ലാവർക്കും എല്ലാം ഒന്ന് എടുത്ത് കൊടുക്കണം അപ്പുറത്തൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് പിന്നെ കാണാം.